കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ സമയത്ത് കൃത്യമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള അണ്ഡം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് എപ്പോഴാണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 28 ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ ഓവുലേഷൻ ഉണ്ടാവുന്നത് 14ാമത്തെ ദിവസം. 29ാമത്തെ ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുന്നത് ലെങ്ത് പോകുന്നതെങ്കിൽ ഓവുലേഷൻ ഉണ്ടാവുന്നത് 15ാമത്തെ ദിവസം. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയാണോ നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്, അതായത് പീരിയഡ്സിന്റെ ഒരു മാസം ബ്ലീഡിങ് തുടങ്ങുന്നത്, സ്പോട്ടിങ് അല്ല കേട്ടോ, ബ്ലീഡിങ് തുടങ്ങുന്നത് ഏത് ദിവസമാണോ ആ ദിവസത്തെ ഡേ 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത മാസം എപ്പോഴാണോ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസം വരെ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത്. ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്നും 14 കുറച്ചിട്ടാണ് നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കിട്ടുന്നത്. അതായത് 28 - 14 ചെയ്യുമ്പോൾ 14 നമുക്ക് കിട്ടുന്നു. അപ്പോൾ പീരീഡിന്റെ 14ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ 29 മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എങ്കിൽ 29 - 14 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടുന്നു. അതാണ് നമ്മളുടെ ഓവുലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ചിലർ ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവുലേഷൻ ഡേറ്റിൽ മാത്രമേ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ എന്നതാണ്. ഓവുലേഷൻ ടൈം പീരീഡ് അല്ലെങ്കിൽ ഫെർട്ടൈൽ ടൈം പീരീഡിൽ മാത്രം നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ആ ഒരു ഓവുലേഷൻ കാൽക്കുലേഷൻ വെച്ച് തന്നെ പോയി ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. നമ്മളുടെ ശരീരത്തിൽ അണ്ഡം വളരുന്നതിൽ വ്യത്യാസം ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിലായിരിക്കില്ല നമുക്ക് എഗ് വൈറ്റ്, സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നത്. നമ്മൾ ആ ഒരു ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ആ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തു. ഒരുപാട് പേര് പറയുന്നുണ്ട് ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷവും എഗ് വൈറ്റ് ടെക്സ്റ്ററിലുള്ള ഡിസ്ചാർജ് വരുന്നുണ്ട് ചേച്ചി, അല്ലെങ്കിൽ ആ എഗ് വൈറ്റ് വന്നതിന് ശേഷം ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും പോസിറ്റീവ് കിട്ടിയെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫെർട്ടൈൽ ടൈം പീരീഡിൽ മാത്രം പൂർണ്ണമായിട്ടും ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ശരീരവും നമ്മളോട് എന്താണോ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓവുലേഷൻ നടക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. നമ്മൾ എന്തെങ്കിലും ഇൽനെസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ മോണിറ്റർ ചെയ്യണം. ഓവുലേഷൻ നടക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിൽ വേദന ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, ചിലർക്ക് അടിവയറിന്റെ ഭാഗത്ത് വേദന ഉണ്ടാകും, ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വേദന ഉണ്ടാകും, ചിലർക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ പല പല തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകും. ആ ലക്ഷണങ്ങളെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഓവുലേഷൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നാണോ നിങ്ങളുടെ പീരിയഡ്സ് കഴിയുന്നത് ആ ഒരു ദിവസം മുതലോ പീരിയഡ്സിന്റെ 10th ഡേ മുതലോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. പീരിയഡ്സിന്റെ 10th ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി ഒന്ന് ക്ലിയർ ആകുന്നുണ്ടാകും. നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് കുറവാണെങ്കിൽ, 21 ദിവസമൊക്കെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ, പീരിയഡ്സ് തീരുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾ ഒരു ടൈം പീരീഡ് വെക്കേണ്ടത് നിങ്ങളുടെ അടുത്ത മാസത്തെ പീരിയഡ്സ് എപ്പോഴാണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാളും ഒരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുക. ഈ 10 ദിവസത്തിന് ശേഷമുള്ള സമയത്തായിരിക്കും നമ്മളുടെ ശരീരത്തിലെ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം നമ്മൾ ശരീരത്തിന് കുറച്ചൊന്ന് കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതോ ഒരുപാട് പ്രഷർ കൊടുക്കുന്നതോ ഒന്നും ചെയ്യുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ആ സമയം വരെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ സമയങ്ങളിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പീരിയഡ്സിന്റെ
ആ ഒരു 10th ഡേ മുതലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 10th ഡേ 11th അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ 10ാമത്തെ ദിവസം കഴിഞ്ഞ് 12ാമത്തെ ദിവസം 12ാമത്തെ ദിവസം കഴിഞ്ഞ് 14ാമത്തെ ദിവസം അങ്ങനെയും നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഡെയിലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു താല്പര്യമില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയെ ആ ഒരു സമയത്ത് എന്താ പറയുക സുഗമമായിട്ട് തന്നെ പോവില്ല. കാരണം നമുക്ക് ഓർഗാസം ഉണ്ടാവില്ല, ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എപ്പോഴാണോ നിങ്ങൾ വില്ലിങ് ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഡെയിലി ചെയ്യുന്ന താല്പര്യം ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഓൾട്ടർനേറ്റീവ്ലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വളരെയധികം കുറവാണെങ്കിൽ 20 ദിവസം 21 ദിവസമൊക്കെയാണ് പോകുന്നതെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്പേമിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു കാര്യം. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇജാക്കുലേഷൻ സംഭവിക്കും തോറും ഹെൽത്തി സ്പേംസിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂടുകയുള്ളൂ. ഹസ്ബൻഡിനപ്പോൾ സെമന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കുക. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസുകൾ നിങ്ങൾ കൊടുക്കുക. അതായത് ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആകാനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. എക്സസൈസുകൾ ചെയ്യുകയോ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ എങ്കിലും ടെറസിലോ റൂമിലോ ഒക്കെ വാക്കിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പൂ വെള്ളം, ഇത് കൊടുക്കുന്നത് നല്ലതാണ്. സെമന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കുക്കുംബർ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മറ്റുള്ള എല്ലാ ഫ്രൂട്ട്സും, അതുപോലെ മുട്ട, പാല്, നട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിന് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡെയിലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തോ ഓൾട്ടർനേറ്റീവില് ചെയ്യുന്ന സമയത്തോ ലാർജ് ക്വാണ്ടിറ്റിയിൽ സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അത് സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സെമൻ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും അത് അതിനനുസരിച്ച് തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ ബെഡിൽ കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബെഡിൽ കിടക്കുകയോ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ബാത്റൂമിലോട്ട് പോയി ക്ലീൻ ചെയ്യാതെയോ യൂറിനേറ്റ് ചെയ്യാതെയോ ഒക്കെ ഇരിക്കുക കേട്ടോ. കാരണം സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ഇജാക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പേം പുറത്തേക്ക് വരുന്നത് നോർമലാണ്. ക്വാളിറ്റി കുറവുള്ള സെമനാണ് അങ്ങനെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരുപാട് സെമൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് പോകുന്നത് വളരെയധികം നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നിങ്ങൾ ബെഡിൽ കിടന്നതിന് ശേഷം നിങ്ങൾ പോയി യൂറിനേറ്റ് ചെയ്യുക. യൂറിനേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. യൂറിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റിമേറ്റ് ഹൈജീനും നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദിജോസ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ദിജോസ് വേൾഡ് ഓവുലേഷൻ സിംറ്റംസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓവുലേഷന്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പഴയ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവരെ അതിന് റിപ്ലൈസ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ പുതിയ ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആ ഒരു വീഡിയോയുടെ താഴെ മാത്രം നിങ്ങളൊരു കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.